everyone, welcome back to our YouTube channel. ഞാൻ ഇന്നിപ്പം ഈ ഒരു കോലത്തിൽ വന്നിരിക്കുന്നത് എൻ്റെ മുടി എങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നോർമലി എനിക്ക് ഈ മുടി ഇഷ്ടമാണ്, ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിൽ പുറത്ത് പോയി ഇപ്പം ക്രീമൊക്കെ തേച്ചാലും പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രിസി ഒരുമാതിരി പറന്നൊരു കോലമാവും. സോ അതുകൊണ്ട് നോർമലി ഞാൻ എന്തെങ്കിലും ഒന്ന് ഒതുക്കി ഒന്ന് അയൺ ചെയ്തിടുവാണ് പതിവ്. സോ ഞാനത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് ഉണക്കിയ ഒരു രീതി, ഈരാതെ ഉണക്കിയ ഒരു രീതി, പിറ്റേ ദിവസത്തേക്ക് വേറൊരു രീതി, അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് വേറൊരു രീതി, അങ്ങനെ കിടക്കുന്ന ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മുടിയാണ്. സോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് വലിയ കുഴപ്പമില്ലാതെ 2-3 ദിവസം നമ്മൾ ഇപ്പോൾ സ്റ്റൈൽ ചെയ്യാണെങ്കിലും എങ്ങനെയാണ് സ്റ്റേ ചെയ്യാൻ പറ്റുക, നാളത്തേക്ക് പോട്ടെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനപ്പോൾ ഇന്നലെ ഞാൻ തല കുളിച്ചു, ജസ്റ്റ് ഒന്ന് ഉണങ്ങാറായപ്പോഴേക്കും കിടന്നു. ഇപ്പോഴും ആ ഒരു ചെറിയ നനവുണ്ട്. ആക്ച്വലി നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് മുടിയിലുള്ളപ്പോൾ സ്റ്റൈൽ ചെയ്ത് കൂടുതൽ നേരം നിൽക്കും. അതാണ് മെയിൻ സംഭവം. ഇപ്പം നമ്മൾ സലൂൺസിലാണെങ്കിലും പോയിട്ട് അവർ സ്റ്റൈൽ ചെയ്യുമ്പം അവർ നമ്മൾ ഹെയർ വാഷ് ചെയ്യും, ഡ്രൈ ചെയ്തിട്ട് ഉടനെയാണല്ലോ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് കോഴ്സ് മുടിയിലുണ്ടായിരിക്കും. കാരണം അപ്പം കുളിച്ച ഒരു മുടി അപ്പം നനഞ്ഞൊരു മുടി ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു റീസണാണ് കൂടുതൽ നേരം ഈ മുടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത ഉടനെ തന്നെ ഞാൻ സ്റ്റൈൽ ചെയ്യും. എന്നാലാണ് കൂടുതൽ നേരം നിൽക്കുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഞാൻ തലേദിവസം വല്ലതും കുളിക്കുകയാണെങ്കിൽ ഇന്ന് ചെയ്ത പോലെ തലേദിവസം കുളിക്കും. എന്നിട്ട് എൻ്റെ മുടി ഒരു എന്താ പറയുക, ഒരു 50% ആയിരുന്നു ഉണങ്ങിയിട്ടുള്ളൂ. ബട്ട് ഞാൻ കിടന്നു. എന്നിട്ടും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം ഒരു ചെറിയൊരു മോയ്സ്ചർ, ഒരു അകത്തൊക്കെ ഇത്തിരി നനവുണ്ട്. അപ്പം മൊത്തം ഉണങ്ങിയിട്ടില്ല മുടി. അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് ഞാൻ മുടി സ്റ്റൈൽ ചെയ്യാറ്. എന്നാലാണ് കിടക്കുള്ളൂ. അല്ലെങ്കിൽ എമർജൻസി വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താലും അധികം നേരം കിടക്കത്തില്ല. എൻ്റെ മുടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾ പരീക്ഷ നോക്കുക. അപ്പം എൻ്റെ മുടി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാവരുടെ മുടി ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നില്ല, പക്ഷേ ട്രൈ ചെയ്യും. അപ്പം നമുക്ക് ഈ മുടി അങ്ങനെ ആക്കിയാലോ. ഇത് റെമിങ്ടൻ്റെ ആണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏത് ബ്രാൻഡ് വാങ്ങിച്ചാലും ഫ്ലാറ്റ് ബ്രഷ് വാങ്ങിച്ചാൽ ഈ ഒരു രീതിയിൽ കിടക്കാൻ തോന്നുന്നു. പിന്നെ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ചെറിയ സ്ട്രെയിറ്റ് വന്നിട്ട് ചെറിയ രീതിയിൽ വേവിയാണ്. അപ്പം അതിലും കൂടുതൽ കുറച്ചുകൂടെ ചെറിയ രീതിയിൽ കേൾസ് വേണമെങ്കിൽ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ കേൾസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കുന്നത് മൊത്തം സത്യം പറഞ്ഞാൽ അങ്ങനെ ഓവർ പ്രൈസ്ഡ് സാധനമൊന്നുമല്ല. എനിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനുള്ള ട്രിക്ക് അതായത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള മുടിയിൽ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം എല്ലാവരും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. സോ ഞാൻ ആദ്യം ഞാൻ ഈ മുടി എൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള മുടി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ. ഓക്കെ, സോ ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുക്കും. ഏറ്റവും ചെറിയ സെക്ഷൻസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് മര്യാദയ്ക്ക് കിടക്കുന്നത്. ഓക്കെ, യെസ്. എന്നിട്ട് ഏതെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ബ്രഷ്, മസ്റ്റ് ഹാവ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ. Did you see that? സോ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ വന്നു. സോ അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ നന്നായി. ഇങ്ങനെ ചെയ്യുക, വലിക്കുക, ഒരു പകുതി എത്തുമ്പോഴേക്കും നിങ്ങളുടെ എന്തോരം തൊട്ടാണ് കേൾസ് വേണ്ടത് അല്ലെങ്കിൽ വേവ്സ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരിക. ഇതാണ് സംഗതി. ഓക്കെ, അപ്പം നമുക്ക് നൈസായിട്ട് ഓരോ ചെറിയ സ്ട്രാൻഡ്സ് എടുത്ത് ഫുള്ളും കൂടി ചെയ്യാം. ഞാനപ്പം ഇതൊരു ദിവസം ഒന്ന് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 days മിനിമം ഇത് കിടക്കും. ഈ കേൾസ് ചിലപ്പം ഇങ്ങനെ പക്കായിട്ട് കിടക്കത്തില്ല പിറ്റേ ദിവസത്തേക്ക്. പക്ഷേ ആ ഒരു സിൽക്കി സംഭവം ഒന്നും നെക്സ്റ്റ് ഹെയർ വാഷ് വരെ പോകത്തില്ല. ഒരു നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കിടക്കും.
നമുക്ക് ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ മര്യാദയ്ക്ക് വരത്തില്ല, പക്ഷേ ട്രൈ 2-3 തവണ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഞേക്ക് കിട്ടും. അത് ചെയ്യുമ്പം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇതൊരു ഫുൾ സെറ്റ് ചെയ്യുന്നതൊരു 15 to 20 മിനിറ്റ്സിൽ ചെയ്യും. ക്യാമറ നോക്കി ചെയ്യുന്നത് കൊണ്ട് ഒരു ഐഡിയ ഇടുന്നില്ല. ഓക്കെ, സോ ഞാൻ ഫ്രണ്ട് ചെയ്യുമ്പം ഈ ഭാഗത്തെ മുടി എടുക്കും. എന്നിട്ട് what I do is മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യും ആൻഡ് ഇങ്ങനെ പുറത്തോട്ട് ഇത് ചെയ്യും. സോ അത് നമുക്കൊന്നുകൂടെ ശരിയാക്കി ഇടണം. മറ്റേതുകൂടെ ചെയ്തിട്ട് സോ ഇതും ഒത്തിരി താഴത്തോട്ട് ചെയ്യാണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ച് ഈ മുടിയൊക്കെ ഞാൻ ഇത്രയും ഭാഗം ഒന്ന് റഫായിട്ട് ചെയ്തിട്ട് ഈ മുകളിലുള്ള മുടിയാണ് ഒന്ന് ഫ്രെയിം ചെയ്ത് നല്ല ഭംഗിക്കിടുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു സൈഡ് റെഡിയായി. I'll show you the difference. Oh my god. അപ്പോൾ നമുക്ക് ഇതൊരു ശരിയാക്കിയാലോ? സെറ്റായി. ഇപ്പോൾ ഒരു ഓവറോൾ ലുക്ക് മാറിയതുണ്ടോ? എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നത്. ഞാൻ മീൻസ് എൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്ന്. പക്ഷേ സീ ദ ഡിഫറൻസ്. അപ്പം ഇടയ്ക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് ഒത്തിരി ഫ്രിസി ആയിട്ടിരിക്കണ പോലെ തോന്നും. അപ്പോൾ ഒന്നും കൂടെ അത് ഇങ്ങെടുത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് സെറ്റ് ആയി. അപ്പം എങ്ങനെയുണ്ട്? സോ ടോട്ടലി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാറ്റ് ബ്രഷിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ഞാൻ 190 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ ഒത്തിരി കൂട്ടിയിടാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള മുടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 2 ഡേയ്സ് മിനിമം കിടക്കും. ഇപ്പോൾ കുളിക്കുന്നില്ല 3 ഡേയ്സ് എങ്കിൽ, അതായത് തല കുളിക്കുന്നില്ല 3 ഡേയ്സ് എങ്കിൽ ഓഫ് കോഴ്സ് 3 ഡേയ്സും കിടക്കും. സോ എൻ്റെ പോലെ മുടിയുള്ളവർ മാനേജബിൾ മുടിയാക്കാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഇതുപോലെ അടുത്തൊരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് ഇനി അടുത്ത വീഡിയോ വേണ്ടതെന്ന്. അത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാനായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സോറി, ഒരു മിനിറ്റ്, ഞാൻ നല്ലൊരു ലൈറ്റിലും കൂടെ കാണിച്ചു തരാം. എപ്പിടി. അപ്പോൾ ശരി, ബൈ.